Hi children, welcome to LKLS Maths class. നമ്മൾ ചെയ്യാൻ പോകുന്ന അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചാപ്റ്റർ 5 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അതിലെ എക്സസൈസ് 5.1 ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. കണ്ടോ, എക്സസൈസ് 5.1 ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സിറ്റുവേഷൻ ഡസ് എ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് മേക്ക് ആൻഡ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആൻഡ് വൈ. ഇപ്പോൾ ഇവിടെ കുറേ സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഇൻവോൾവ് ടു മേക്ക് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. ഈ സിറ്റുവേഷൻ വെച്ച് നമുക്ക് എങ്ങനെയെല്ലാം അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ചെയ്യാൻ പറ്റും. ഇനി അത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ആണെങ്കിൽ അതിൻ്റെ റീസൺ, അല്ലെങ്കിൽ അതിൻ്റെ റീസൺ. ക്ലിയർ ആയല്ലോ? സോ നോക്കൂ, ദ ടാക്സി ഫെയർ ആഫ്റ്റർ ഈച്ച് കിലോമീറ്റർ വെൻ ദ ഫെയർ ഈസ് ₹15 ഫോർ ദ ഫസ്റ്റ് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ കിലോമീറ്ററിന് ₹15 ആണ് പറയുന്നത്. ഒരു ട്രാവലിംഗ് പോകാമെന്ന് കരുതുക. അപ്പോൾ നമ്മളൊരു ടാക്സി എന്തെങ്കിലും പിടിച്ചു. അപ്പോൾ അതിൽ ഫസ്റ്റ് കിലോമീറ്ററിന് 15 രൂപയാച്ചാണ്. ദെൻ പിന്നെയുള്ളതോ ആൻഡ് ₹8 ഫോർ ഈച്ച് അഡീഷണൽ കിലോമീറ്റേഴ്സ്. അപ്പോൾ അഡീഷണൽ ആയിട്ട് വരുന്ന പിന്നത്തെ കിലോമീറ്ററിന് എത്ര രൂപ വെച്ച് അവരെടുക്കുന്നത്? ₹8 വെച്ചാണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ഫോം ചെയ്യണം? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അഥവാ അരിത്തമെറ്റിക് സീക്വൻസ് നമ്മൾ ഫോം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ജനറൽ ഫോം എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്നുള്ളതെല്ലാം ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ആൻസർ കാണാം കേട്ടോ. നമുക്ക് ആദ്യം എന്തെടുത്ത് എഴുതാം? ദ ടാക്സി ഫെയർ ഫോർ ഫസ്റ്റ് കിലോമീറ്റർ അവരെത്ര തന്നിട്ടുള്ള ₹15 ആണ്. ദെൻ ടാക്സി ഫെയർ ഫോർ സെക്കൻഡ് കിലോമീറ്റർ അല്ലെ, ഇപ്പോൾ 2 കിലോമീറ്റേഴ്സ് എന്ന് എഴുതാം നമുക്ക്. ഞാനിവിടെ സെക്കൻഡ് എന്ന് എഴുതി, 2 എന്ന് എഴുതിയാലും തെറ്റില്ല കേട്ടോ. ടാക്സി ഫെയർ ഫോർ 2 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ എത്ര വരും? ആദ്യത്തേന് 15 ആണ്. പിന്നെ അഡീഷണൽ പോകുമ്പോൾ എത്ര രൂപ വെച്ചാൽ? ₹8 വെച്ചാണ് ആഡ് ചെയ്യുക. സോ ₹15 പ്ലസ് ₹8 വരുമ്പോൾ നമുക്ക് എത്ര കിട്ടി? ₹23 നമുക്കിവിടെ കിട്ടി. ക്ലിയർ? ഇനി അടുത്തത് നമുക്ക് എന്താണ്? അപ്പോൾ ഫസ്റ്റ് കിലോമീറ്റർ 15 ആയിരുന്നു. സെക്കൻഡ് കിലോമീറ്റർ പോയപ്പോൾ എത്രയായിരുന്നു? ₹23 രൂപയാണ് ആയത്. സോ നമുക്കിനി ടാക്സി ഫെയർ ഫോർ തേർഡ് കിലോമീറ്റർ നോക്കാം. എന്ത് വരണം? ഈ 23 സെക്കൻഡ് കിലോമീറ്ററിൽ എത്ര എടുത്തോ അതിൻ്റെ കൂടെ വീണ്ടും ഒരു ₹8 ആഡ് ചെയ്യുക. സോ 23 + 8 = ₹31. ക്ലിയർ? ദെൻ സി ദ ടാക്സി ഫെയർ ഫോർ 4 കിലോമീറ്റർ കേട്ടോ. 4 കിലോമീറ്റർ പോകുമ്പോൾ എത്രയായിരിക്കും ടാക്സി ഫെയർ എന്നുള്ളത് നോക്കാം. നോക്കിയേ, നമ്മൾക്ക് തേർഡ് കിലോമീറ്ററിൽ എത്രയാണ് വന്നത്? 31. സോ 31 + 8 വീണ്ടും ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 39. കണ്ടോ? അപ്പോൾ ആദ്യത്തെ കിലോമീറ്റർ ₹15. ദെൻ സെക്കൻഡ് കിലോമീറ്റർ എത്രയാണ്? 2 കിലോമീറ്റേഴ്സ് ആയപ്പോൾ 23 ആയി. 3 കിലോമീറ്റർ ആയപ്പോൾ എത്രയായി? 31 ആയി. ദെൻ 4 കിലോമീറ്റർ ആയപ്പോൾ എത്രയായി? 39 ആയി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാത്തിനെയും കൂടി ഒന്നെടുത്ത് എഴുതാം. കണ്ടോ? 15, 23, 31, 39 എന്ന് വെച്ച് ഓരോ കിലോമീറ്റർ വെച്ച് ഇനിയും ഇൻക്രീസ് ചെയ്ത് പോകും. അപ്പോൾ ഇതിൽ ഇപ്പോൾ എത്ര വെച്ചിട്ടാണ് ഇൻക്രീസ് ചെയ്തതെന്ന് നമുക്കിവിടെ നല്ലപോലെ മനസ്സിലായല്ലേ? ഒരു ഫിക്സഡ് ഒരു ടേം വെച്ചിട്ടാണ്. ആ ഫിക്സഡ് ടേമാണ് ആരാണ്? കോമൺ ഡിഫറൻസ് എന്ന് പറയുക. അപ്പോൾ നോക്കൂ, ആ ഒരു കോമൺ ഡിഫറൻസ് ഇവിടെ എല്ലാത്തിൻ്റെ ഇടയിൽ എത്രയാണ് വന്നിരിക്കുന്നത്? 8 ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറഞ്ഞൂടെ, സോ ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം ആൻ AP. നമുക്ക് കിട്ടിയ ഈ നമ്പേഴ്സ് എന്താണ്? ഒരു AP ഫോം ചെയ്തിരിക്കുന്നു. കണ്ടോ? വിത്ത് ദ ഫസ്റ്റ് ടേം 15. ആദ്യത്തെ ടേം എത്രയാണ്? 15 ആണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 8 ആണ്. കോമൺ ഡിഫറൻസ് കാണാൻ ഫസ്റ്റിലെ തന്നെ പഠിപ്പിച്ചിരുന്നു കേട്ടോ. ഇതെന്താണിത്? A1 ആണ്. ഇത് A2, ദെൻ ഇത് A3, A4 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഒന്നാമത്തെ നമ്പർ, ഇത് രണ്ടാമത്തെ നമ്പർ, മൂന്നാമത്തെ നമ്പർ, നാലാമത്തെ നമ്പർ. അപ്പോൾ നമ്മളിതിൻ്റെ കോമൺ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്? എല്ലാവർക്കും അറിയാം. എന്നാലും ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പോൾ A2 - A1 എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. കണ്ടോ? A2ൽ നിന്ന് A1 റെഡ്യൂസ് ചെയ്യുക. എത്ര കിട്ടി? 23 - 15 which is equal to what? 8 കിട്ടും. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? A3 - A2. അപ്പോഴും ഇതേ ആൻസർ തന്നെ കിട്ടും. ഇനി A4 - A3 ഇത് ചെയ്താലും എന്ത് കിട്ടും? 8 തന്നെ കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എഴുതിയത് സോ ദ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് ഫോം ആൻ AP. ഇതൊരു AP ഫോം ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞെന്താണ്? വിത്ത് ഫസ്റ്റ് ടേം. അതിൻ്റെ ഫസ്റ്റ് ടേം ആരാണ്? ഇതെല്ലാം ഓരോ ടേംസാണ് കേട്ടോ. സോ ഫസ്റ്റ് ടേം 15ഉമാണ്. അതിൻ്റെ കോമൺ ഡിഫറൻസ് 8ഉമാണ്. കോമൺ ഡിഫറൻസ് മീൻസ് ഇതിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്ത ആ ഒരു ഫിക്സഡ് നമ്പർ. ഇപ്പോൾ ഇവിടെ പറഞ്ഞില്ലേ? കണ്ടോ? എല്ലാത്തിലും എത്ര ആഡ് ചെയ്ത് പോയിരിക്കുന്നത്? 8. അത് തന്നെയാണ് അതിൻ്റെ CD. സോ നമുക്കിത് പറയാം, ഇതൊരു AP ആണ്. ക്ലിയർ? സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക കേട്ടോ. താങ്ക് യു.